പഠിച്ചുകൊണ്ടിരുന്നതിന്റെ ബാക്കി ഭാഗം എന്ന് പറയുന്നത് കളർ ചേഞ്ചസ് ഡ്യൂ ടു കൺവേർഷൻ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഇൻ ക്രോമോപ്ലാസ്റ്റിലെ കരോട്ടിനോയിഡ്സിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് എ ലാർജ് നമ്പർ ഓഫ് അതർ ഫ്രൂട്ട്സ്. ഏതൊക്കെയാണ് ഫ്രൂട്ട്സ്? നമ്മുടെ സിട്രസ്, ടൊമാറ്റോ, ക്യാപ്സിക്കം. അപ്പോൾ ക്യാപ്സിക്കവും ടൊമാറ്റോയും ഒരു ഫ്രൂട്ടാണ്, അത് നിങ്ങൾ മറക്കരുത്. ക്യാപ്സിക്കവും ടൊമാറ്റോയും ഒരു ഫ്രൂട്ടാണ്. അതുപോലെ ഇതിൻ്റെ അകത്തെല്ലാം ലാർജ് എമൗണ്ട് കരോട്ടിനോയിഡ്സ് പ്രസന്റ്. അതുകൊണ്ടാണ് നിങ്ങൾ ക്യാപ്സിക്കത്തെയും അതുപോലെ തന്നെ ടൊമാറ്റോ നല്ല തുടുത്ത് പഴുത്തിരിക്കുന്നതിനൊക്കെ മീൻസ് ചുമപ്പ് കളർ കാണുന്നത്. കരോട്ടിനോയിഡ്സിന്റെ കളർ നമുക്കറിയാം, റെഡ് ഓർ യെല്ലോ കളർ പിഗ്മെന്റ്സ് ആണ്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് കോംപ്ലിമെന്റ് ഓഫ് കരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ഇൻ 3. ഈ പറയുന്ന പിഗ്മെന്റ്സ് ഓരോ സ്പീഷ്യസിൽ നിന്ന് വേറൊരു സ്പീഷ്യസിലേക്ക് വ്യത്യസ്തമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് ടൊമാറ്റോയുടെ കേസ് എടുക്കുവാണ്. ടൊമാറ്റോ എടുക്കുമ്പോൾ ടൊമാറ്റോയ്ക്കകത്ത് കരോട്ടിനോയിഡ്, 2 കരോട്ടിനോയിഡ് മെയിൻ ആയിട്ട് കാണുന്ന 2 ടൈപ്പ് കരോട്ടിനോയിഡ് പറയുന്നത്, ഒന്ന് ലൈക്കോപീൻ, അതുപോലെ തന്നെയാണ് ബീറ്റ കരോട്ടിൻ. ബീറ്റ കരോട്ടിനും ലൈക്കോപീനും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഏതിന്റെ കേസിലാണ്? ടൊമാറ്റോയുടെ. അതെങ്ങനെ ഓർക്കും? ബീറ്റ കരോട്ടിനും ലൈക്കോപീനും വളരെ സിമ്പിളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളെ വീട്ടില് ഒരു തക്കാളിയൊക്കെ ഇങ്ങനെ ബേക്കി കൈ പിടിച്ചിട്ട് വലിയ എത്തി വീട്ടിന്റെ മുറ്റത്തോട്ട്, കുഞ്ഞിലത്തെ കാര്യം, ഇപ്പോഴത്തെ അല്ല, കുഞ്ഞിലിങ്ങനെ പോകുമ്പോൾ നിങ്ങളുടെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ അച്ഛൻ ചോദിക്കും, മോളെ എന്താ മോനെ കൈയിന്റെ ബേക്കി? അപ്പൊ പറയും ടൊമാറ്റോ. ടൊമാറ്റോ എന്ന് പറയുന്നതിന് ശേഷം അവരുടെ ഒരു ചോദ്യമുണ്ട്, എവിടെ നിന്ന് കിട്ടി ടൊമാറ്റോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കള്ളം പറയും. അത് എനിക്ക് എൻ്റെ ഫ്രണ്ട്, സത്യം പറഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്നോ അടിച്ചു മാറ്റിയതാ. എന്നിട്ട് കള്ളം പറയുക. നിങ്ങൾ കള്ളം പറഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും? നിങ്ങൾക്ക് നല്ല ബീറ്റ് കിട്ടും, അടി കിട്ടും. ഈ ബീറ്റ് എന്താണ്? ബീറ്റ കരോട്ടിൻ ആണോ? പിന്നെ ലൈ എന്താണ്? കള്ളം പറഞ്ഞില്ലേ, ലൈക്കോപിൻ. ടൊമാറ്റോയിലെ ഏറ്റവും കൂടുതൽ കാണുന്ന കരോട്ടിനോയിഡ് പിഗ്മെന്റ് എന്ന് പറയുന്നത് ലൈക്കോപീനും ബീറ്റ കരോട്ടിനോയിഡുമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി കളർ ചേഞ്ചസ് ഡ്യൂ ടു പിഗ്മെന്റ് സ്റ്റോർസ് ഔട്ട്സൈഡ്. എന്തിന്റെ ഔട്ട്സൈഡ്? ക്ലോറോപ്ലാസ്റ്റിന്റെ പുറത്ത് ഒരു വാക്യൂൾ എന്ന് പറയും. അവിടെ കാണുന്നതാണ് ആന്തോസയാനിൻ. അതെങ്ങനെ ഓർക്കുമെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ആന്തപ്പന്റെ കേസാണ്, എന്ത് പറഞ്ഞാലും ആന്തോസയാനിൻ. ആന്തപ്പൻ എപ്പോഴും പുറത്താ. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോറോപ്ലാസ്റ്റിനെ ആന്തോസയാനിൻ ആക്കും ആര്? ഹൈഡ്രോലൈസ്. ആന്തപ്പൻ എന്നും തണ്ണിയിലാണ്. ഓക്കെ, മനസ്സിലായോ? തണ്ണിയാണ് ഹൈഡ്രോലൈസ്. ഇനി ആന്തോസയാനിൻ വെള്ളത്തിൽ സോലുബിൾ ആണ്. വളരെ ബുദ്ധിമുട്ടാ സാർ അത് ഓർക്കാൻ. ഭയങ്കര സിമ്പിൾ അല്ലേ? നിങ്ങൾ വെള്ളം അടിക്കുന്നവർ ആലോചിച്ച് നോക്ക്. ഒരു പെഗ്, കുറച്ച് വെള്ളം, പിന്നെയും പെഗ്, പിന്നെയും വെള്ളം. അപ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഓർക്കാൻ ബുദ്ധിമുട്ടില്ല. വാട്ടറിൽ ആന്തോസയാനിൻ സോലുബിൾ ആണ്. പിന്നെ എവിടെയാണ്? ഫീനോളിക് പിഗ്മെന്റ്സിൽ അക്യുമുലേറ്റ് ചെയ്യും, വാക്യൂളിൻ്റെ അകത്ത് അക്യുമുലേറ്റ് ചെയ്യും. എന്നിട്ട് എന്തൊക്കെ കളർ വരും? റെഡ്, ബ്ലൂ, പർപ്പിൾ. 3 കളറാണ് തരുന്നത്. റെഡ്, ബ്ലൂ ആൻഡ് പർപ്പിൾ. മൂന്ന് കളറാണ് ഈ പറയുന്ന ആന്തോസയാനിൻ തരുന്നത്. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പർപ്പിൾ ഉണ്ട്. പക്ഷേ നിങ്ങൾ കരോട്ടിനോയിഡ് എടുത്താൽ റെഡ് ആൻഡ് യെല്ലോയാ. ഇവിടെ റെഡ് ഉണ്ട്, പർപ്പിളും ഉണ്ട്, പിന്നെ ബ്ലൂ ആണ്. നിങ്ങൾ ഇത് പഠിക്കാനായിട്ട് വലിയ തലപോയിക്കേണ്ട. ചില ആൾക്കാർ ഇവിടെ കൈയൊക്കെ വെച്ചിരിക്കുന്നവർക്കൊക്കെ റെഡ് ലേബല്, ബ്ലൂ ലേബൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അപ്പൊ റെഡ് ലേബൽ എന്ന് പറയുന്നത് വെള്ളം അടിക്കുന്ന ഒരു ബ്രാൻഡാണ്, ബ്ലൂ ലേബല് വെള്ളം അടിക്കുന്ന ബ്രാൻഡാ. സ്നേഹയൊക്കെ അത് പറഞ്ഞപ്പോൾ ചിരിക്കാൻ തുടങ്ങി. ഓൾറെഡി എന്നും അടിയാ സാറേ, എന്നോട് ഇതൊക്കെ പറയണോ? അങ്ങനെയാണോ? അല്ല, ഇത് പിള്ളേർ ജനറൽ സയൻസിന് വേണ്ടി പഠിച്ചത് കേട്ടോ. ഓക്കെ, അപ്പൊ റെഡ് ലേബലല്ല, റെഡ്, ബ്ലൂ,
പിങ്ക് പിഗ്മെന്റ് കിട്ടിയ പിങ്ക് എന്ന് പറയുന്ന പുതിയ പെൺപിള്ളേർക്ക് വേണ്ടി ഇറങ്ങിയ ഒരു ഫ്ലേവർ ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ പെൺപിള്ളേർക്കെല്ലാം പിങ്ക്. ആ പർപ്പിള് ചെറുതായിട്ടൊന്ന് പിങ്ക് ആയിപ്പോയി, ക്ഷമിക്കുക. അപ്പൊ ക്ലിയർ ആയോ? പർപ്പിള് കിട്ടിയോ? കോൺസെൻട്രേഷൻ ഉണ്ട് എന്തായാലും പിള്ളേർക്ക്. അപ്പൊ പർപ്പിള്, ബ്ലൂ, റെഡ്, ഈ 3 എണ്ണമാണ് ആന്തോസയാനിന്റെ കളേഴ്സ് വരുന്നേക്കുന്നത്. ഇനി ഏതൊക്കെ ഫ്രൂട്ട്സിൽ ഇത് കാണും? റൈപ്പനിങ് ആപ്പിളിൽ കാണും. വളരെ ബുദ്ധിമുട്ടാ സാർ ആപ്പിള് റെഡ് കളറാന്ന് ഓർക്കാൻ. പിന്നെ ഗ്രേപ്പില് പർപ്പിൾ ഗ്രേപ്സ് ഉണ്ടെന്ന് ആലോചിക്കുക. വയലറ്റ് ആണ്, പക്ഷെ പർപ്പിൾ ആയിട്ട് കരുതുക, അത് അകത്ത് ഭാഗമല്ലേ. സ്ട്രോബെറി റെഡ് കളർ സ്ട്രോബെറി ആണ്. ഇതെല്ലാം. ഇനി ആന്തോസയാനിന് ഒരു പ്രശ്നമുണ്ട്. ആന്തോസയാനിന് ഒറ്റയ്ക്കായിട്ട് നിൽക്കത്തില്ല, കോംപ്ലക്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ആന്തോസയാനിൻ എക്സിസ്റ്റ് ആസ് എ കോംപ്ലക്സ് കോൺജുഗേറ്റ്സ് ഓഫ് പേരന്റ് എഗ് ഗ്ലൈക്കോൺസ്. ആരൊക്കെ ആയിട്ടാണ്? പേരന്റ് എഗ് ഗ്ലൈക്കോൺസുമായിട്ട് ആന്തപ്പൻ കോംപ്ലക്സ് ആയിട്ട് നിൽക്കും. അതിന് പറയുന്ന പേരാണ് ആന്തോസയാനിഡിൻസ്. ആന്തോസയാനിഡിൻസ് എന്നാണ് പറയുന്നത്. അത് ഓർക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, ആന്തപ്പൻ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനൊന്നും പറ്റില്ല, ആന്തപ്പൻ കോംപ്ലക്സ് ആയിട്ടേ നിൽക്കൂ. അപ്പൊ എഗ്ലൈക്കോൺ എന്ന് കിട്ടണം, ഗ്ലൈക്കോൺ. ആന്തപ്പൻ വെള്ളം അടിക്കുന്നതേ കോൺ ഷേപ്പിലുള്ള ഫ്ലാസ്കില്, അതാണ് കോൺ. എഗ്ലൈക്കോൺ ആണ് പേരന്റ് കോംപ്ലക്സ് സ്ട്രക്ചർ. അതിന് പറയുന്ന പേരാണ് ആന്തോസയാനിഡിൻ. വളരെ ബുദ്ധിമുട്ടാണ് ആന്തോസയാനിഡിൻ എന്ന് ഓർക്കാൻ. ഇവിടെ ഡൈനിങ് ഓർത്താ പോരെ, ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് കോൺ ഷേപ്പിലുള്ള സാധനം എടുത്ത് ഭയങ്കര അടി. കളർ എന്തൊക്കെയാ? പർപ്പിൾ, റെഡ്, ബ്ലൂ. ഇത്രയും ക്ലിയർ ആണ്. ഇനി സെനസൻസ് എന്ന് പറയുന്ന പീരിയഡ് ആണ് when the chemical synthesis pathway give way to degradative process. ഞാൻ നേരത്തെ പറഞ്ഞ ഡിഗ്രഡേഷൻ സംഭവിക്കുന്നത്, നശിക്കുന്നത് എവിടെ വെച്ചാ? നമ്മളെല്ലാം നശിച്ച് മണ്ണ് വിട്ട് പോകുന്നത് സെമിത്തേരി വെച്ചിട്ടാ. അതാണ് സെനസൻസ്. ഓക്കെ, ലെഡിങ് ടു ഏജിങ്. ദൈവം സഹായിച്ച് ഇതിൻ്റെ അകത്തിരിക്കുന്ന ആരും ഏജിങ് ആവാത്തോണ്ട് ഭാഗ്യം, പെട്ടെന്ന് എത്തില്ലല്ലോ, അതിന് മുമ്പേ എത്തുക ഇപ്പോ. അപ്പൊ ഏജിങ്, അതുപോലെ തന്നെ പറയുന്നതാണ് എന്ത്? ഏജിങ് പറയുന്നുണ്ട്. ഡെത്ത് ഓഫ് എ ടിഷ്യൂവിന്റെ ഡെത്തും പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് മൈക്രോ ഓർഗാനിസം ക്യാൻ ഓൾസോ കോസ് പ്രോബ്ലംസ് ഡ്യൂറിങ് സെനസൻസ്. മൈക്രോ ഓർഗാനിസം പ്രോബ്ലം കാണിക്കുന്നത് സെനസൻസിലാണ്. അതുകൊണ്ടല്ലേ പിള്ളേരെ നമ്മുടെ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ശവം താഴ്പോകുമ്പോൾ മൈക്രോ ഓർഗാനിസം വന്ന് മൊത്തം തിന്ന് അവസാനം എല്ല് മാത്രമാവും. അത് ആലോചിച്ചാൽ കിട്ടും മൈക്രോ ഓർഗാനിസത്തിന് ഇവിടെ ഒരു റോളുണ്ട്. ഇനി ഡ്യൂറിങ് സെനസൻസ് ആൻഡ് സ്റ്റോറേജ് മെനി ബാക്ടീരിയ. എന്തൊക്കെയാണ് ബാക്ടീരിയകള്? മെനി ബാക്ടീരിയകളല്ല, മെനി ബാക്ടീരിയ ആൻഡ് ഫംഗൈ. മെനി ബാക്ടീരിയ ആൻഡ് ഫംഗൈ അങ്ങനെയല്ലേ പറയുന്നത്? അതെ. ഫോർ ഇൻസ്റ്റൻസ് ആർ ഇൻവോൾവ് ഇൻ ഡീക്കേയുടെ കാര്യത്തിൽ ഡീക്കേ ആക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ബാക്ടീരിയകളും ഫംഗൈകളും. എന്നിട്ട് എന്ത് ചെയ്യും? ഹാർവസ്റ്റിന് ശേഷം ഇതിനെ ഡീക്കേ ആക്കാൻ വേണ്ടി ശ്രമിക്കും. ദ ടിപ്പിക്കൽ ഫംഗൈ ഇൻക്ലൂഡ്. ആ പറയുന്ന ഫംഗൈകളുടെ പേര് താഴെ പറയുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് ഞാൻ വായിച്ചിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആൾട്ടർനേറിയ. രണ്ടാമത് പറയുന്നത് ആൾട്ടർനേറിയ കഴിഞ്ഞ ബോട്രൈറ്റിസ്. മൂന്നാമത് പറയുന്നത് മൊണീലീനിയ. പിന്നെ അടുത്ത പറയുന്നത് പെനിസിലിയം. എന്നിട്ട് ലാസ്റ്റ് പറയുന്നത് റൈസോപ്പസ്. ബാക്ടീരിയ അല്ല കേട്ടോ, ഫംഗസ് ആണ്. ഈ പറയുന്നതെല്ലാം ഫംഗസുകളാണ്. ഓക്കെ, ഇതെങ്ങനെ ഓർക്കും നിങ്ങള്? വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ ഓർക്കാൻ?
ഈ റൈസോപ്പസ്, അതുപോലെ പെനിസിലിയം, ആൾട്ടർനേറിയ, ബോട്രൈറ്റിസ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ഓർക്കാൻ നിങ്ങൾ ആലോചിക്കേണ്ടത് റാമ്പാണ്. RAMP. ആർ എന്താണ്? റൈസോപ്പസ്. A ആൾട്ടർനേറിയ, P പെനിസിലിയം, ബോട്രൈറ്റിസ് ഉണ്ട്, അത് പറയാം. പിന്നെ മോണിലീനിയ കിട്ടിയോ? ഇതിന്റെ അകത്ത് ആകെ കിട്ടാത്തത് ബോട്രൈറ്റിസ് അല്ലേ? നിങ്ങൾ സാധാരണ റാം വാക്ക് പോകുന്നത് ബോയ്സ് അല്ലേ? ബോയ്സ് റാം വാക്ക് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയേ, നല്ല രസമല്ലേ? ഗേൾസിന്റെ റാം വാക്കാണ് കാണാൻ ഇഷ്ടം, എന്നാലും നമ്മൾ ബോയ്സ് ആണ് റാം വാക്ക് ചെയ്യുന്നത്. ഈ ബോയ്സ് എല്ലാം ഫംഗസ് പോലെയാണ്. ആദ്യം വന്ന് പറ്റി പിടിച്ചിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മളെ നശിപ്പിച്ചിട്ട് പോകും. അതാണ്. മനസ്സിലായോ ഇത്രയും പറഞ്ഞത്? റൈസോപ്പസും പെനിസിലിയം, ആൾട്ടർനേറിയയും, ബോട്രൈറ്റിസും, മൊണിലീനിയും കോഡ് റാമ്പാണ്. ബോയ്സ് ആണ് റാം വാക്ക് ചെയ്യുന്നത്. ബോയ്സ് എങ്ങനെ കിട്ടും? ബോയ്സ് ഫംഗസുകളെ പോലെയാന്ന് ആലോചിക്കുക. ഈ പറയുന്ന എല്ലാം ഫംഗസ് ആണ്. അങ്ങനെയാണ് ഫംഗസ് എന്ന് കിട്ടുന്നത്. അപ്പൊ R ഫോർ റൈസോപ്പസ്, A ഫോർ ആൾട്ടർനേറിയ, M ഫോർ മൊണിലീനിയ, P ഉണ്ടോ? പെനിസിലിയം. പിന്നെ പറയുന്ന B അല്ലേ? ബൂട്രൈറ്റിസ് ആണോ? അല്ല, ബോട്രൈറ്റിസ്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അഗ്രികൾച്ചർ സയൻസിന്റെ അകത്ത് ആദ്യത്തെ സെക്ഷനില് ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോ അടുത്ത വീഡിയോയില് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഞാൻ പോയിട്ടില്ല ഉള്ളാരെ, ഒരു സെക്കൻഡ്.